പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ അടങ്ങിയ അതിജീവിതയുടെ മൊഴി. മാതൃഭൂമി ന്യൂസിന് ഭർത്താവും താനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രാഹുൽ മുതലെടുത്തു. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യമായി കണ്ട സമയത്ത് തന്നെ കടന്നുപിടിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. രാഹുലിൽ നിന്ന് ഗർഭിണിയായ കാര്യം അറിയിച്ചപ്പോൾ തന്നെ അവഗണിച്ചുവെന്നും അതിജീവിത പറയുന്നു. വിശദാംശങ്ങളുമായി കണ്ണൻ നായരുണ്ട്. കണ്ണൻ, എന്തൊക്കെ ആരോപണങ്ങളാണ് അല്ലെങ്കിൽ താൻ നേരിട്ടത്, എത്ര ക്രൂരമായ അനുഭവങ്ങൾ എന്നാണ് അതിജീവിത മൊഴിയിൽ പറയുന്നത്? ഒരു 10 മാസത്തിലധികം നീണ്ടുനിന്ന ഒരു ബന്ധം 2023 സെപ്റ്റംബർ മാസത്തിലാണ് ആദ്യമായി രാഹുലുമായി ഇവർ സംസാരിക്കുന്നത്. രാഹുലിൻ്റെ ഫോൺ നമ്പർ നേരത്തെ അവരുടെ കൈവശമുണ്ടായിരുന്നു. മറ്റൊരു രാഹുലിനൊരു മെസ്സേജ് അയച്ച സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്കാണ്, അയാളുടെ നമ്പറിലേക്കാണ് ആ വാട്സപ്പ് സന്ദേശം പോയത്. ആ വാട്സപ്പ് സന്ദേശം ആ പെൺകുട്ടി, അതിജീവിതയായിട്ടുള്ള സ്ത്രീ, അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അടുത്ത ദിവസം മുതൽ, അതായത് പെൺകുട്ടിയുടെ ചിത്രം അടങ്ങുന്നതായിരുന്നു വാട്സപ്പ് പ്രൊഫൈൽ, അതിനുശേഷം പിറ്റേന്ന് മുതൽ ഹായ്, ഹലോ എന്ന് തുടങ്ങിയ സന്ദേശം, ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുകയും അങ്ങനെ വീണ്ടും പലതവണ സൗഹൃദത്തിലാവുകയും, പലപ്പോഴും വിദേശത്ത് ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ പലപ്പോഴും കുടുംബകാര്യങ്ങൾ ചോദിക്കുന്നു, ഭർത്താവുണ്ടോ എന്ന് ചോദിക്കുന്നു. ഭർത്താവുമായിട്ടുള്ള ദാമ്പത്യ പ്രശ്നങ്ങളുടെ പേരിൽ സംസാരിച്ചപ്പോൾ തനിക്ക് ഹഗ് ചെയ്യാൻ തോന്നുന്നു എന്ന് രാഹുൽ പറയുന്നു. അത് സിമ്പതിയാണോ എന്ന് ഈ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നു. സിമ്പതിയല്ല, അത് ബഹുമാനം കൊണ്ടാണ് എന്നുള്ളതാണ് രാഹുലിൻ്റെ മറുപടിയായി വരുന്നത്. അതിനുശേഷം അവർ കൂടുതൽ സൗഹൃദത്തിലാവുന്നു. പലപ്പോഴും ഒരു ചികിത്സയുടെ ഭാഗമായി 6 മാസത്തെ അവധിയെടുത്തവർ നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വന്ന സമയത്തൊക്കെ തന്നെ രാഹുൽ പലപ്പോഴും സ്ഥിരമായി കാണണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. അവസാനം പലതവണ കാണണമെന്ന് നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ഏപ്രിൽ 8-ാം തീയതി തിരുവല്ലയിൽ വെച്ച് കാണാമെന്ന് പറയുന്നു. അതിനുശേഷം 3 മണിയോടുകൂടി കായംകുളത്ത് ഒരു പരിപാടിക്ക് പോകണം. അതിന് മുമ്പ് 1 മണിയോടുകൂടി കാണാമെന്നാണ് രാഹുൽ പറയുന്നത്. രാഹുൽ പറഞ്ഞതനുസരിച്ച് തിരുവല്ലയിലേക്ക് എത്തിയ സമയത്ത് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കാമെന്നാണ് പെൺകുട്ടി രാഹുലിനോട് പറഞ്ഞത്. പക്ഷേ താൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്, അത് സെലിബ്രിറ്റിയാണ്. ഒരു പെൺകുട്ടിയോട് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കും, അത് തൻ്റെ ഭാവിയെ ബാധിക്കും. അതുകൊണ്ടൊരു റൂം എടുത്ത്, ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞ്, തിരുവല്ലയിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ റൂം എടുത്ത് താമസിക്കാൻ, അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ഒരു 15 മിനിറ്റ് ശേഷമാണ് രാഹുൽ അവിടേക്ക് വരുന്നത്. തന്നെ കണ്ട ഉടനെ, ആദ്യമായി കാണുകയാണ്, ആദ്യമായി കണ്ട ഉടനെ കടന്നു പിടിക്കുകയും ലൈംഗികമായി ആക്രമിക്കുകയുമായിരുന്നു. ഒരു ബലാത്സംഗമായിരുന്നു അവിടെ നടന്നതെന്നാണ് ആ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. SITയിലെ ഒരു വനിതാ SIക്ക് നൽകിയ മൊഴിയുടെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ പലപ്പോഴും ഈ മൊഴികൾ വായിക്കുമ്പോൾ അത് പൂർണ്ണമായും നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. എന്തൊക്കെ വൈകൃതങ്ങളാണ് അതിൽ അയാൾ കാട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് പുറത്ത് പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഈ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറയുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി ഗർഭിണിയാവുന്ന സമയത്തും ഇയാൾ പറയുന്നുണ്ട്, ആ തുടക്കത്തിൽ നല്ല ഒരു പാർട്ട്ണറായില്ലെങ്കിലും താൻ നല്ലൊരു ഫാദറായിരിക്കും, അതായത് നല്ലൊരു പങ്കാളിയായില്ലെങ്കിലും ഞാൻ നല്ലൊരു അച്ഛനായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇയാൾ പറയുന്നുണ്ട്. ആ വ്യക്തിയാണ് ഈ പെൺകുട്ടി ഗർഭിണിയായി എന്ന് പറയുന്ന സമയത്ത് അവിടെ നിന്ന് അവരുടെ ഗർഭം അനുസരിപ്പിക്കാൻ പറയുന്നു. അത് തയ്യാറാവാത്തപ്പോൾ ആ പെൺകുട്ടിയെ വലിയ മോശമായത്, തൻ്റെ കുട്ടിയല്ല മറ്റാരിൽ നിന്നോ ജനിച്ച കുട്ടിയായിരിക്കാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന ഒരു അവസ്ഥയൊക്കെ തന്നെ ഉണ്ടായി. ആ മൊഴിയാണ് വിശദമായിട്ടുള്ള മൊഴി, ഏതാണ്ട് ഒരു 8 പേജോളം നീണ്ടു നിൽക്കുന്ന ഒരു മൊഴിയാണ്. അതിനകത്ത് ഈ രാഹുലിൻ്റെ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ രാഹുലിൻ്റെ പെരുമാറ്റങ്ങൾ, രാഹുലിൻ്റെ ഡയലോഗുകൾ, ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് പൈങ്കിളി ഡയലോഗ്, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഏറ്റവും വൾഗറായിട്ടുള്ള സംഭാഷണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ്, ഒരു മൊഴിയാണ്, പെൺകുട്ടിയുടെ മൊഴിയാണ്, ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള മൊഴി മാത്രമാണ്. ആ മൊഴിയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഒരു തവണ മാത്രമാണ് രാഹുലിനെ കണ്ടത്. അതോടുകൂടി മാനസികമായി തകർന്ന, മെൻ്റൽ ട്രോമ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. മാനസികമായി പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പലപ്പോഴും പിന്നീട് രാഹുൽ വാട്സപ്പിലായിരുന്നു ആദ്യം ചാറ്റ് ചെയ്തത്, പിന്നീട് ടെലിഗ്രാമിലേക്ക് ചാറ്റ് മാറ്റുന്നു. അത് ചോദിച്ചപ്പോൾ കൂടുതൽ സ്വകാര്യത ഉണ്ടാകും എന്ന് പറയുന്നു. അതായത് ഒരു തവണ മാത്രം വായിക്കുന്ന തരത്തിലേക്ക് മെസ്സേജുകൾ ഇടുകയും അത് ഒറ്റ തവണ വായിച്ചു കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ആയി പോവുകയും, കാണാതായി പോവുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പലതവണ ഇയാൾ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. താൻ സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ വേണം, വില കൂടിയ സൺസ്ക്രീൻ വേണം, ചെരുപ്പ് വേണം, ഷർട്ട് വേണം, വാച്ച് വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പെൺകുട്ടി വാങ്ങി നൽകിയിട്ടുണ്ട് എന്ന് മൊഴിയിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞ് അയാളുടെ അനുയായിയായിട്ടുള്ള ഫെനി അവിടേക്ക് വിളിച്ചു പറയും, ഈ പെൺകുട്ടിയിൽ നിന്ന് പൈസ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫെനിയുടെ പേരും ആ മൊഴിയിൽ പറയുന്നുണ്ട്. വയനാട് ചൂരൽമല ദുരന്ത സമയത്ത് ഈ
യൂത്ത് കോൺഗ്രസിൻ്റെ വീട് വെപ്പുമായി ബന്ധപ്പെട്ട് ഒരു ലക്കി ഡിപ്പ് മത്സരം നടത്തിയിരുന്നു, ലക്കി ഡ്രോ മത്സരം നടത്തിയിരുന്നു. ആ മത്സരത്തിൽ രാഹുലാണ് നറുക്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈസ നൽകണമെന്ന് പറഞ്ഞ് ഫെനിയുടെ അക്കൗണ്ടിലേക്ക്, അടൂരിലെ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കൈമാറുന്നു. 5000 രൂപയാണ് കൈമാറിയത്. അതിനുശേഷം ഫെനി ഈ പറയുന്ന പെൺകുട്ടിയോട് പറയുന്നു, രാഹുലിനോട് പറഞ്ഞു സമ്മാനം എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നു. അങ്ങനെ രാഹുലോട് ഇക്കാര്യം പറയുകയും രണ്ടാം സമ്മാനം അവർക്ക് ലഭിക്കുകയും ചെയ്തു എന്നൊക്കെ തന്നെ ഈ മൊഴിയിൽ പറയുന്നുണ്ട്. ആ പൈസ താൻ വാങ്ങിയില്ല, പകരം അവിടുത്തെ എന്തെങ്കിലും കുട്ടികൾക്ക് മറ്റു സഹായം നൽകാൻ ഫെനിയോട് ആവശ്യപ്പെടുകയുമായിരുന്നു. അതായത് ഫെനി പലപ്പോഴും രാഹുലിലേക്ക് കൂടുതൽ തന്നെ അടുപ്പിക്കാൻ വേണ്ടിയുള്ള സംഭാഷണങ്ങളാണ് നടത്തിയിരുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതായത് ഈ സംഭവം ഉണ്ടായ സമയത്തിന് ശേഷം പിന്നീട് ഗർഭിണിയായി, അതിനുശേഷം പലതരത്തിലുള്ള ഭീഷണികളുണ്ടായി. അതോടുകൂടി അവൾ മാനസികമായി തകർന്നു എന്നാണ് ആ പെൺകുട്ടി മൊഴിയിൽ പറയുന്നത്. പിന്നീട് രാഹുലിൻ്റെ ആദ്യ അതിജീവിതയുടെ പരാതി വരുന്നു, രണ്ടാമത്തെ അതിജീവിതയുടെ പരാതി വരുന്നു. അതോടുകൂടിയാണ് ഇയാൾക്ക് ഇത് തന്നെയാണ് ഒരു രീതി എന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ മുൻ സംഭവങ്ങളിലെ പോലെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത പരാതിയായിരുന്നില്ല. ഓരോ തെളിവുകളും, ഹോട്ടലിലേക്ക് പോയത്, റൂം എടുത്തത്, ഇയാൾക്ക് പൈസ കൊടുത്തത്, പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും ഇയാൾ ചൂഷണം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓരോ സ്ക്രീൻഷോട്ടായാലും തെളിവുകളായാലും അത് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ മെയിൽ നൽകുന്നത്. ഒരാഴ്ച മുമ്പാണ് ഒരു പരാതി നൽകുന്നത്. ആ പരാതിയിൽ മുഖ്യമന്ത്രി നേരെ DGPക്ക് കൈമാറുന്നു. പരാതി SITയിലേക്ക് കൊണ്ടുപോകുന്നു. SIT സംഘം ഇത് വിശദമായി പരിശോധിച്ചു. ഇതിനകത്ത് കഴമ്പുണ്ട് എന്ന് മനസ്സിലായി. കാര്യം മുൻപ് 2 തവണ SIT സംഘത്തിൽ നിന്ന് വഴുതിപ്പോയ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇയാളെ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതൊന്നും അറിയാതെ രാഹുൽ പാലക്കാട്ടും തിരുവനന്തപുരത്തും ക്ഷേത്ര ദർശനവും അല്ലെങ്കിൽ സെൽഫി എടുപ്പും ഒക്കെയായി തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ അയാളുടെ പിന്നിൽ SIT സംഘം ഉണ്ടായിരുന്നു. SIT സംഘവും ആ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അയാളുടെ 2 സഹായികൾ രാത്രി 11 മണി 11:30 വരെ രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ 2 സഹായികൾ പോയ ശേഷമാണ് ഷൊർണൂർ DSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ ഹോട്ടലിലേക്ക് വരികയും ആദ്യം ചെയ്തത് ഹോട്ടലിലെ ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങിച്ചു. അവിടെ നിന്ന് ആരും ഫോൺ പുറത്തേക്ക് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകി, ലാൻഡ് ഫോണിൽ ഫോൺ ചെയ്തതെന്നുള്ള നിർദ്ദേശം നൽകി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആ റിസപ്ഷനിൽ നിർത്തി. അതിനുശേഷമാണ് മുകളിലേക്ക് ചെല്ലുന്നത്. മുകളിലെ 2002 എന്ന് പറയുന്ന റൂമിലേക്ക് നോക്ക് ചെയ്യുന്നു. തട്ടിയ സമയത്ത് ആദ്യം തുറക്കാൻ തയ്യാറായില്ല, പിന്നീട് തുറന്നു വന്നു. ഒരു നീലൻ ജീൻസും മഞ്ഞ ടീഷർട്ട് വിട്ടാണ് വന്നത്. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. തനിക്ക് മുൻകൂർ ജാമ്യമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഹുൽ പെട്ടെന്ന് കയർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് രാഹുലിനെ അന്വയിപ്പിച്ച് നേരെ തിരിച്ച് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്.